ഇൻഫെർട്ടിലിറ്റിയുടെ വേദനയിലൂടെ കടന്നു പോകുന്നവർക്കറിയാം ആ ഒരു വേദന എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. കാരണം ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് കുട്ടികളാവാതിരിക്കുക എന്നത് മാത്രമല്ല, അവിടെ നമ്മുടെ എല്ലാ സന്തോഷവും സമാധാനവും കോൺഫിഡൻസും നമ്മൾ എന്ത് ചെയ്തതിനാലും അവിടെ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ ചിലവരൊക്കെ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്, അത് കുഴപ്പമില്ല, നീ എന്തിനാണ് ഇങ്ങനെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ സമയമാകുമ്പോൾ ആകും എന്നുള്ളത്. ആക്ച്വലി നമ്മളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോ ദിവസവും അതിൻ്റെ വേദന നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അതിപ്പോൾ ഏതെങ്കിലും ഫാമിലി ഗ്യാതറിങ്ങിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഗ്നൻസി കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉമ്മ കുട്ടീനെ ഇങ്ങനെ കൊഞ്ചിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ അടുത്ത നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലോട്ട് വരാം, എനിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്കും ഈ ഒരു സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലോട്ട് വരാം. ആ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരാം. ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും സങ്കടപ്പെട്ട് നമ്മുടെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, പഠിച്ചവനെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്, വൈ മീ അല്ലാ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ പഠിച്ചവനോട് ചോദിക്കുന്നുണ്ടാവും. ആൻഡ് അവിടെ എനിക്കോട് പറയാനുള്ളത്, നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ എല്ലാ കരച്ചിലും, നമ്മുടെ എല്ലാ ദുവാസും, നമ്മുടെ എല്ലാ സൈലൻസും കാണുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ പഠിച്ചവൻ മാത്രമാണ്. ഈവൻ ഖുറാനിൽ പോലും ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിപ്പിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് ഖുറാനിൽ പോലും പഠിച്ചവന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ വേദന അത്രയും ഡീപ്പായിട്ട് മനസ്സിലാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ പഠിച്ചവൻ മാത്രമാണ്. കാരണം നിങ്ങൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നത് ചിലപ്പം നിങ്ങളും പഠിച്ചവനായിട്ടുള്ള ആ ഒരു ക്ലോസ്നെസ് കൂട്ടാൻ വേണ്ടിയായിരിക്കും, നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതേപോലെ നിങ്ങളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഇൻഫെർട്ടിലിറ്റിയിലൂടെ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, അല്ലാഹ് ഈസ് വിത്ത് യു. സോ അള്ളാഹിൻ്റെ ഒരു ടൈമിങ്ങും ആ ഒരു പ്രോസസ്സും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി. ബാക്കിയുള്ള എല്ലാ വഴികളും എന്ത് ചെയ്യും, അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും.